സാരിയല്ല, എന്താ സാധനം നോക്ക്. ലുങ്കിയും ബനിയനുമാണ്. വീട്ടിലിരിക്കുമ്പോ ഇടാം. ഭാമി, എന്താ എനിക്ക്? ഓ, ഒന്നുമില്ല. കുറുപ്പേ, വലിയ തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് എടുത്തെടുത്ത്. വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് വയറ്റിനല്ല സുഖമില്ല. എന്താ ഭാമി നിനക്ക്? ഒന്നുമില്ല. നമുക്ക് എവിടെങ്കിലും ഒരു മുറി എടുക്കാം. എനിക്ക് ഭാമിയോട് കൊച്ചു കള്ള. പുളുവാണോന്നാ എനിക്ക് സംശയം. എന്തോന്ന്? ആ പ്രതിമ കിട്ടിയ കഥ. നിന്നോട് പുളു പറഞ്ഞിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. ഉണ്ടോ? അതില്ല. പിന്നെന്തോ സംശയം? സംശയം എന്താന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കുന്നുണ്ട്.
എന്ത് കാര്യങ്ങള്? ഏതാ ഈ കട, എവിടാ ഈ ടൗണ്? എടി മിടുക്കി, നീ എന്തിനാ ഇപ്പൊ അറിയുന്നേ? അറിയണമെന്നില്ല, എന്നാലും എന്നാലും അറിയണ്ട. ഇതുകൊണ്ടെന്ത് കാര്യം? അറിയേണ്ടത് അറിഞ്ഞില്ല. ഇനി എന്തുവാ അറിയേണ്ടത്? എവിടാ ഈ കട? ഓ, അതറിഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ തെക്കേലും വടിക്കലും കാക്കയുടെ കഥ പറഞ്ഞ ആവും. നിങ്ങൾ തട്ടിയും പൊക്കി കടക്കകത്ത് കയറും, ചിലപ്പോ കഷ്ടകാലത്തിന് പാമ്പ് അടിച്ച് ചാവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മാമച്ചായനിപ്പോ അതിനൊന്നും പോവണ്ട. അത്രയെങ്കിലും അത്രയും. ഇതെന്നാ തുറക്കുന്നു, അടയ്ക്കുന്നു, അടയ്ക്കുന്നു. അല്ല, ഒരു ന്യൂസ് കേട്ടു. അതൊന്ന് ചോദിക്കാമെന്നും കൂടെ വിചാരിച്ചാ ഇതുവഴി വന്നത്. കൊടുക്കാൻ പോകുന്നു. എന്തോന്ന്? ഇല്ല ഇല്ല. ഇല്ല വേണ്ട. ഇങ്ങനെ കേട്ടു, മാമച്ച മില്ല് കൊടുക്കാൻ പോകുന്നു, ബിസിനസ് കുറവായതുകൊണ്ടെന്ന്. എനിക്കാണെങ്കിലേ ഒരു എഞ്ചിൻ കൂടെ തുറക്കണമെന്നുണ്ട്. തിരക്ക്. അല്ല, ഇപ്പൊ കേട്ടത് നേരാണോന്നില്ല. നേരല്ല. ഇവിടെ ആരും മില്ല് വിൽക്കുന്നില്ല. ഇവിടെ ബിസിനസ്സിലോട്ട് കുറവുമില്ല. അല്ല, കേട്ടു, ചോദിച്ചു. നിങ്ങൾ അതിനെ ചൂടാവുന്ന എന്തിനാ? അതെ. വേണേല മുക്കിലിറക്കാം. വേണ്ട പവിത്ര, ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല. അന്നെന്താ ആ നേരത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നോ? ശവത്തെ കുത്തുകയായിരുന്നെന്നും പറഞ്ഞ് അവിടെ വന്നിരുന്ന് ഭയങ്കര ബഹളം. അങ്ങനെ അവിടെ വെള്ളം ഉണ്ടാക്കട്ടെ. നീ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ? നീ എന്നെ സംരക്ഷണ കഴിയുന്നു. അതൊക്കെ ഇവിടെ ഇരുന്ന് പറയാം. അങ്ങേർക്ക് വട്ടളകിയതുപോലെയാ. ഒരു പേനാക്കത്തി നൂത്ത് പിടിച്ച് മുന്നശത്തിരിക്കുക. ഇനി ഞാൻ ഈ വണ്ടി കയറുന്ന അറിയുന്ന ദിവസം എല്ലാരെയും കുത്തുമെന്ന് പറഞ്ഞു. അണ്ണനെയും കുത്തു അയാള്. നമുക്കൊരു കാര്യം ചെയ്യാം. അയ്യോ, ഞാൻ പോണു. കേറുന്നില്ല. അവള് വണ്ടി കേട്ടല്ലോ. കാണുകയല്ല. ഞാൻ സംസാരിച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഒന്നും പറയുന്നില്ല. കണ്ടിട്ടും ഒരുമാതിരി വല്ലാണ്ടിരിക്കും. അവളിപ്പോ വീടത്തിൽ കാണുമോ? ഇല്ലല്ലോ. കാണുകയല്ല. മതി. ആണേ, ഇതിന്റെ ഡ്രസ്സെല്ലാം എവിടെ? അങ്ങേരെല്ലാം കൂടി എടുത്തു വെച്ച് പൂട്ടി. കത്തിച്ചു വിളിയെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ അണ്ണാ, ഞാനാ പറഞ്ഞ കേറിക്കണം. അയ്യോ, ഞാനാ പറയുന്നത്. കേറ.